Hello guys, welcome to Strut in Time. നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ മോഡ്യൂൾ 2-ൽ ഫസ്റ്റ് പാർട്ട് നോക്കിയായിരുന്നു തെർമൽ സ്ട്രെയിൻ ആൻഡ് സ്ട്രെസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 2 ആണ്. പാർട്ട് 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാറ്ററൽ സ്ട്രെയിൻ, പോയ്സോൺസ് റേഷ്യോ ആൻഡ് വോളിമെട്രിക് സ്ട്രെയിൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ്. ഇതിൽ ആദ്യം ലാറ്ററൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ പോർഷനിലൊക്കെ നമ്മൾ സാധാരണ വെറുതെ സ്ട്രെയിൻ എന്ന് പറഞ്ഞു. അത് ലീനിയർ സ്ട്രെയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ആക്സസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ ആ ബോഡി എക്സ്പാൻഡ് ചെയ്യുകയോ കംപ്രസ് ചെയ്യുകയോ ചെയ്യുകയാണ്. ആ കംപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുകയോ ആ ചേഞ്ച് ഇൻ ഡിഫോർമേഷൻ വെച്ചാണ് നമ്മൾ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെയിനെയാണ് നമ്മൾ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ എന്തായിരിക്കും? ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻസ്. ഇപ്പം എക്സ് ആണെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന എക്സ് ഡയറക്ഷനിലാണെങ്കിൽ ബാക്കിയുള്ള വൈ ആൻഡ് ഇസഡ് ഡയറക്ഷൻസിൽ ഉണ്ടാകുന്ന സ്ട്രെയിനിങ്ങിനെയാണ് നമ്മൾ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഒരു റെക്ടാങ്കുലർ ഒരു സോളിഡ് ബോഡിയാണ്. ആ ബോഡിയെ നമ്മൾ എക്സ് ഡയറക്ഷനിൽ ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? എക്സ് ഡയറക്ഷനിൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ഉണ്ടാകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ, അതായത് ലെങ്ത് ആണ് എക്സ് ഡയറക്ഷനിലുള്ളതെങ്കിൽ ബിയും ഡിയും, ബി ആൻഡ് ഡി ആർ ദ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസ്. ബിക്കും ഡിക്കും എന്തായിരിക്കും സംഭവിക്കുക? ഒരു ബോഡി വലിയുമ്പോൾ ബിയിലും ഡിയിലും ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് എന്ത് സംഭവിക്കും? അത് കുറയും. ബിയും റെഡ്യൂസ് ആകും, ഡിയും റെഡ്യൂസ് ആകും. സോ ലീനിയർ സ്ട്രെയിൻ കൂടുന്തോറും ലാറ്ററൽ സ്ട്രെയിൻ കുറയും. ഓക്കെ, അതായത് ലീനിയർലി നമുക്ക് ലെങ്ത് ഇൻക്രീസ് ചെയ്യുക, ലീനിയർ സ്ട്രെയിൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ലീനിയർ ചേഞ്ച് ഇൻ ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ there will be a decrease in lateral dimension. സ്ട്രെയിൻ എന്ന് പറയാൻ പറ്റില്ല. സോ however ഈ ലാറ്ററൽ സ്ട്രെയിനും ലീനിയർ സ്ട്രെയിനും പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പം this change in lateral dimension relative to linear strain taking place along the direction of applied force is secondary or lateral strain. Linear strain in the direction of force applied ആണെന്നുണ്ടെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ആയിരിക്കും. സെക്കൻഡറി സ്ട്രെയിൻ എന്നും നമുക്കിതിനെ പറയാവുന്നതാണ്. ഇനി നേരെ തിരിച്ച് നമുക്ക് പറയാം, ലെങ്ത് ഡിക്രീസ് ചെയ്യാണ് ലീനിയർ സ്ട്രെയിന് അല്ലെങ്കിൽ ലീനിയർ ചേഞ്ച് ഇൻ ഡയമെൻഷൻ കുറയുകയാണ് അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ കംപ്രഷൻ ആണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ലാറ്ററൽ ഡയമെൻഷൻസ് കൂടും. നമ്മൾ ബോഡി കംപ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് കുറയുകയും ചെയ്യും, ലാറ്ററൽ ഡയമെൻഷൻസ് കൂടുകയും ചെയ്യും. ഈ ഒരു കോൺസെപ്റ്റ് മാത്രം ഓർത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പോയ്സോൺസ് റേഷ്യോ. ഈ ലീനിയർ സ്ട്രെയിനെയും ലാറ്ററൽ സ്ട്രെയിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പോയ്സോൺസ് റേഷ്യോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ത്രൂ ഔട്ട് നമ്മുടെ എന്താ പറയുക എഞ്ചിനീയറിംഗ് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് പോയ്സോൺസ് റേഷ്യോ. ഏതെങ്കിലും ഒരു ബോഡി, ആ ബോഡി ഇലാസ്റ്റിക് ലിമിറ്റ്, ആ ബോഡിയുടെ മെറ്റീരിയലിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റിന് ഉള്ളിൽ സ്ട്രെസ്ഡ് ആകുകയാണ് എന്നുണ്ടെങ്കിൽ the lateral strain and linear strain will be proportional. Okay, നമ്മൾ ഇലാസ്റ്റിക് ഹൂക്സ് ലോ പറഞ്ഞ പോലെ തന്നെ within elastic limit the lateral strain and linear strain will be proportional. This constant of proportionality is called Poisson's ratio. നമ്മൾ mu എന്നോ 1/m എന്നോ പറയും. ഓർക്കണം, mu m അല്ല, mu is equal to 1/m ആണ്. നമ്മൾ ചില ഇക്വേഷൻസിൻ്റെ ഈസിനെസ്സിന് നമ്മൾ 1/m എന്ന് പറയുന്നതാണ് mu or 1/m, which is equal to lateral strain by linear strain. ഇതാണ് പോയ്സോൺസ് റേഷ്യോ. അപ്പം ഈ പോയ്സോൺസ് റേഷ്യോ mu വെച്ചിട്ട് നമുക്ക് ലാറ്ററൽ സ്ട്രെയിനിൻ്റെ ഇക്വേഷൻസ് നമുക്ക് എടുക്കാം. ലാറ്ററൽ സ്ട്രെയിൻ്റെയും ലാറ്ററൽ ഡിഫോർമേഷൻ്റെയും ഇക്വേഷൻ എടുക്കാം. നമ്മൾ ഡെൽറ്റ എൽ എടുത്ത പോലെ ഡെൽറ്റ എൽ ബൈ എൽ ഈക്വൽ ടു സിഗ്മ ബൈ ഇ എന്ന് നമുക്കറിയാം. അതുപോലെ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ. അപ്പോൾ അവിടെ നമുക്ക് ലീനിയർ സ്ട്രെയിനിൻ്റെ ഇക്വേഷനായി ലീനിയർ ഡിഫോർമേഷൻ്റെ ഇക്വേഷനായി. ഇതുപോലെ നമുക്ക് ലാറ്ററലിൻ്റെ ആവശ്യമാണ്.
ഓക്കെ. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ എന്തായിരിക്കും? ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഈ പോയിസോൺസ് റേഷ്യോൻ്റെ ഇക്വേഷൻ തന്നെ എടുക്കാം, മ്യൂ ഇൻറ്റു ലീനിയർ സ്ട്രെയിൻ. ലീനിയർ സ്ട്രെയിൻ നമ്മൾ എപ്പോഴും എപ്സിലൻ എന്ന് പറയും. ലാറ്ററൽ സ്ട്രെയിൻ നമ്മൾ എപ്സിലൻ തന്നെ യൂസ് ചെയ്യാം, ഏത് ഡയമെൻഷനാണോ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്സിലൻ ഇപ്പോൾ ഡയമീറ്റർ ആണെങ്കിൽ ഡി, അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ആണെങ്കിൽ എപ്സിലൻ ബി, അങ്ങനെ ഡിനോട്ട് ചെയ്താൽ മതി. ലീനിയർ ആണെങ്കിൽ എപ്സിലൻ എൽ, ഇഫ് എൽ ഡയറക്ഷൻ എൽ ലെങ്തിന് അബൌട്ട് ആയിട്ടാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ലാറ്ററൽ ഡിഫോർമേഷൻ എന്തായിരിക്കും? ലാറ്ററൽ ഡിഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മ്യൂ ഇൻറ്റു ഇ, ലാറ്ററൽ സ്ട്രെയിൻ ഇൻറ്റു ലാറ്ററൽ ലെങ്ത് ആണല്ലോ അല്ലേ. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡയമീറ്ററിൻ്റെ ഡിഫോർമേഷൻ വെച്ചാണ്, അതാണ് ഡയമീറ്റർ ആണ് ലാറ്ററൽ ഡയമെൻഷൻ എന്നുണ്ടെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ എന്താ? ഡെൽറ്റ ഡി ബൈ ഡി. അപ്പോൾ ഈ ഡെൽറ്റ ഡി ബൈ ഡിനെ എനിക്ക് ഡെൽറ്റ ഡി ആക്കി മാറണമെന്നെങ്കിൽ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഡി വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്. അതാണ് ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ലാറ്ററൽ ഡിഫോർമേഷൻ ഇസ് ഈക്വൽ ടു മ്യൂ എപ്സിലൻ ഇൻറ്റു ലാറ്ററൽ ലെങ്ത്, വേർ മ്യൂ എപ്സിലൻ എന്ന് പറയുന്നത് നമ്മുടെ ലാറ്ററൽ സ്ട്രെയിൻ ആണ്. അപ്പോൾ ഈ രണ്ട് റിലേഷൻസ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമുക്കിനി വോളിമെട്രിക് സ്ട്രെയിൻ പറയുമ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ആവശ്യമുണ്ട്. ഓക്കെ, അടുത്തത് വോളിമെട്രിക് സ്ട്രെയിൻ. വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലീനിയർ ലാറ്ററൽ ഇതിനകത്തൊക്കെ ലൈൻ ബേസ്ഡ് ആയിട്ടാണ് അല്ലേ, സിംഗിൾ ഡയമെൻഷൻ ബേസ്ഡ് ആയിട്ടാണ് പറഞ്ഞത്. വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? പ്രോഡക്റ്റ് ഓഫ് 3 ഡയമെൻഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് വോളിമെട്രിക് സ്ട്രെയിൻ പറയുന്നതും സിമിലർ ആയിട്ട് നമുക്ക് എന്ത് പറയാം? എപ്സിലൻ വി ഫോർ വോളിയം ഈക്വൽ ടു ഡെൽറ്റ വി ബൈ വി, വേർ ഡെൽറ്റ വി ഇസ് എ ചേഞ്ച് ഇൻ വോളിയം ആൻഡ് വി ഇസ് ദ ഒറിജിനൽ വോളിയം. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം എന്ന റേഷ്യോ ആണ് നമ്മൾ വോളിമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വോളിമെട്രിക് സ്ട്രെയിൻ പല കേസസിൽ എങ്ങനെ കണ്ടുപിടിക്കാം, വാല്യൂ എന്താണ് എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഒരു റെക്ടാങ്കുലർ ബോഡി അണ്ടർ ആക്സിയൽ ഫോഴ്സ് വരുമ്പോൾ എത്ര വോളിമെട്രിക് സ്ട്രെയിൻ ഉണ്ടാവും നോക്കാം. നമ്മൾ ലീനിയർ കേസ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഈ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫിഗറിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ലീനിയർ ഡിഫോർമേഷൻ ഡെൽറ്റ എല്ലിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ അല്ലേ. ഇനി ഇതേ സിസ്റ്റത്തിൻ്റെ വോളിമെട്രിക് സ്ട്രെയിൻ നമ്മൾ കണ്ടുപിടിക്കാം, ഡെൽറ്റ വി ബൈ വി. ഓക്കെ, ഡെൽറ്റ വി ബൈ വി എടുക്കുമ്പോഴത്തേക്കും അപ്പോൾ നമുക്കവിടെ ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം വേണം, വി ഒറിജിനൽ വോളിയം വേണം. ഒരു ക്യൂബോയിഡിൻ്റെ ഒറിജിനൽ വോളിയം എന്താ നമുക്കറിയാം, 3 ഡയമെൻഷൻ്റെയും പ്രോഡക്റ്റ് ആണ്. ഇവിടെ ഉണ്ട് എൽ ഉണ്ട്, ബി ഉണ്ട്, ടി ഉണ്ട്. ഫോഴ്സ് പി ആണ് ആക്ട് ചെയ്യുന്നത്. ഈ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇ മ്യൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചേഞ്ച് ഇൻ വോളിയം എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ ഇതിനും ഒരേ ഒരു പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്ന എല്ലാ പ്രോബ്ലംസ് അല്ലെങ്കിൽ എല്ലാ കേസസിനും ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരെണ്ണം മനസ്സിലാക്കിയാൽ ബാക്കിയെല്ലാം എളുപ്പമായിരിക്കും. നമുക്ക് ഡെൽറ്റ വി പറയാനായിട്ട് നമുക്ക് ഇനിഷ്യൽ വോളിയം വി നമുക്ക് എൽ ഇൻറ്റു ബി ഇൻറ്റു ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈനൽ വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും ഈ വി പ്ലസ് ഡെൽറ്റ വി ആയിരിക്കുമല്ലോ. ഒരു ചേഞ്ച് അതിനകത്ത് സംഭവിക്കും. അപ്പോൾ ഈ ഡെൽറ്റ വി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഡയമെൻഷൻസിനും എന്തുണ്ടാവണം? ചേഞ്ച് ഉണ്ടാവണം, ഡിഫോർമേഷൻ ഉണ്ടാവണം അല്ലേ. അപ്പോൾ എല്ലിന് ഒരു ഡെൽറ്റ എൽ ഡിഫോർമേഷൻ ഉണ്ടാകും, ബിക്ക് ഡെൽറ്റ ബി ഉണ്ടാകും, ടിക്ക് ഡെൽറ്റ ടി ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ എങ്ങനെ പറയാം? ഈ ഓരോന്നിനെയും കണ്ടുപിടിക്കാം. അപ്പോൾ ഡെൽറ്റ എൽ നമുക്കറിയാം പി എൽ ബൈ എ ആണ്. അതിനകത്ത് എനെ നമുക്ക് ഒന്നുകൂടെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ബി ഇൻറ്റു ടി എന്ന് എഴുതാം, സിംപ്ലിഫൈ ചെയ്ത്. അപ്പം പി എൽ ബൈ ബി ടി ഇ ആണ് എൻ്റെ ഡെൽറ്റ എൽ. അപ്പോൾ ലീനിയർ ഡിഫോർമേഷൻ കിട്ടി. ഇതിൻ്റെ കൂടെ നമുക്ക് ഇതിനെ ലീനിയർ സ്ട്രെയിൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഡെൽറ്റ എൽ ബൈ എൽ ചെയ്താൽ മതി. അങ്ങനെയാണ് ഇവിടെ എപ്സിലൻ എൽ is equal to P by BTEI. Let it be our first equation. ഇനി അടുത്തത് ലാറ്ററൽ ഡിഫോർമേഷൻസ്. ഡെൽറ്റ എൽ ഡയറക്ഷൻ ആണ് ലീനിയർ എന്നുണ്ടെങ്കിൽ ബിയും ടിയും ആണ് ലാറ്ററൽ. അപ്പോൾ ഡെൽറ്റ ബിയും ഡെൽറ്റ ടിയും നമുക്ക് ലാറ്ററൽ ഡിഫോർമേഷൻസ് വേണം. ലാറ്ററൽ ഡിഫോർമേഷൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താണ് പോയിസോൺസ് റേഷ്യോൻ്റെ കൂടെ പറഞ്ഞത്? ലാറ്ററൽ ഡിഫോർമേഷനിൽ ആദ്യം ലാറ്ററൽ സ്ട്രെയിൻ പറഞ്ഞു. ലാറ്ററൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എപ്സിലൻ എന്ന് പറഞ്ഞു. മ്യൂ ഇൻറ്റു എപ്സിലൻ, അത് ലീനിയർ ആയിരുന്നു എപ്സിലൻ. മ്യൂ ഇൻറ്റു എപ്സിലൻ. അപ്പോൾ ലാറ്ററൽ ഡിഫോർമേഷൻ എന്താ? മ്യൂ ഇൻറ്റു എപ്സിലൻ ഇൻറ്റു ലാറ്ററൽ ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ എന്താ? മ്യൂ ഇൻറ്റു
എപ്സിലൻ, ഇവിടെ എപ്സിലൻ എൽ, മ്യൂ ഇൻറ്റു എപ്സിലൻ എൽ ഇൻറ്റു ഡെൽറ്റ ബി ആണെങ്കിൽ ഇത് ഇൻറ്റു ബി വരും. ഓക്കെ, അപ്പോൾ ഈ ബിയും ക്യാൻസലായി നമുക്ക് മ്യൂ ഇൻറ്റു പി ബൈ ടി ഇ ആണ്. അതുപോലെ ഡെൽറ്റ ടി എന്ന് പറയുമ്പോഴും മ്യൂ ഇൻറ്റു എപ്സിലൻ എൽ ഇൻറ്റു ടി വരും. അപ്പോൾ എന്താ, ഈ ടിയും ക്യാൻസലായി മ്യൂ ഇൻറ്റു പി ബൈ ബി ഇ ആകും. അപ്പോൾ എനിക്ക് എല്ലാ lateral and linear deformations കിട്ടി. Therefore we have, നമുക്ക് ഇതിനെല്ലാം strained termsലാക്കാം. നമുക്ക് strained equation എനിക്ക് എങ്ങനെ പറയാം? Lateral strain is equal to mu into linear strain. അപ്പം in terms of B ആണെങ്കിൽ epsilon B is equal to mu into epsilon L. അതുപോലെ epsilon T is equal to mu into epsilon L. ഇത് നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ ആയിക്കോട്ടെ. ഇനി നമുക്ക് വോളിയത്തിൻ്റെ ടേംസിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒറിജിനൽ വോളിയം ബി എന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി ഇൻറ്റു ടി ഉണ്ട്. ഇനി ഫൈനൽ വോളിയം വേണമെന്നുണ്ടെങ്കിൽ ഈ ഇനിഷ്യൽ എൽ ബി എൻ ടി, സ്മോൾ എൽ ബി ടിയിൽ സം ചേഞ്ച് ഉണ്ടാവണം, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ ലെങ്ത് വൈസ് ടെൻസൈൽ ഡിഫോർമേഷൻ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ എൽ പ്ലസ് ഡെൽറ്റ എൽ പോസിറ്റീവായിട്ടൊരു ഇൻക്രീസ് ഇൻ ലെങ്ത് ഉണ്ടാകും. അപ്പം പ്ലസ് ഡെൽറ്റ എൽ വരും. പ്ലസ് ഡെൽറ്റ എൽ സംഭവിക്കുമ്പോഴത്തേക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബിയിലും ടിയിലും എന്ത് സംഭവിക്കാം? മൈനസ് അവിടുത്തെ കറസ്പോണ്ടിങ് ചേഞ്ചസ് വരും. അപ്പം ബി മൈനസ് ഡെൽറ്റ ബിയും ടി മൈനസ് ഡെൽറ്റ ടി ആകും. ഇതെന്തുകൊണ്ടാണെന്ന് നമ്മൾ ലാറ്ററൽ സ്ട്രെയിൻ പറഞ്ഞപ്പോൾ പറഞ്ഞു. ഓക്കെ, ലീനിയർലി ഇൻക്രീസ് ഇൻ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ ലാറ്ററലി ഡിക്രീസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഇത് വെച്ച് എനിക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫൈനൽ ഡയമെൻഷൻസ് കിട്ടി ഡിഫോർമേഷൻ കഴിഞ്ഞിട്ട്, എൽ, ക്യാപിറ്റൽ എൽ, ബി എൻ ടി. Therefore ഫൈനൽ വോളിയം എന്താണ്? ക്യാപിറ്റൽ എൽ ഇൻറ്റു ബി ഇൻറ്റു ടി വിച്ച് ഇസ് ഈക്വൽ ടു ഈ മൂന്നെണ്ണത്തിൻ്റെയും പ്രോഡക്റ്റ്. അതാണ് എൽ പ്ലസ് ഡെൽറ്റ എൽ ഇൻറ്റു ബി മൈനസ് ഡെൽറ്റ ബി ഇൻറ്റു ടി മൈനസ് ഡെൽറ്റ ടി. ഈ ഒരു പ്രോഡക്റ്റിനെ സിംപ്ലിഫൈ ചെയ്ത് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ടേംസിനെ എല്ലാം നമ്മൾ നെഗ്ലക്ട് ചെയ്ത്, ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ടേംസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഇത് ഡിറൈവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബി, ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി, പിന്നെ ഈ മൂന്നിൻ്റെയും പ്രോഡക്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ടേംസ് വരും എൽ ബി ടി ഒക്കെ കോമൺ എടുക്കുമ്പോഴത്തേക്കും. അങ്ങനത്തെ പ്രോഡക്റ്റ് ടേംസ് ഒക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാം. ആകെ നമുക്ക് ഇങ്ങനത്തെ ഇൻഡിവിജ്വൽ സ്ട്രെയിൻ ടേംസ് മാത്രം മതി. ഓക്കെ, പിന്നെ വൺ വരുന്നത്. അപ്പോൾ therefore നമ്മുടെ ഫൈനൽ വോളിയം അതിൻ്റെ ഫോം എൽ ഇൻറ്റു ബി ഇൻറ്റു ടി ഹോൾ ഇൻറ്റു 1 പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ മൈനസ് ഡെൽറ്റ ബി ബൈ ബി മൈനസ് ഡെൽറ്റ ടി ബൈ ടി, ഈ ഫോമിൽ വരും. ഇത് മൂന്നും എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഇനിഷ്യൽ വോളിയം എൽ ഇൻറ്റു ബി ഇൻറ്റു ടി ആണ്. നമുക്ക് എന്താ വേണ്ടേ? വോളിമെട്രിക് സ്ട്രെയിൻ ആണ്, ഡെൽറ്റ വി ബൈ വി. അപ്പോൾ വി ഇവിടെ ഉണ്ട്, എൽ ബി ടി. ഡെൽറ്റ വി എന്ന് പറയുന്നത് എന്തായിരിക്കും എപ്പോഴും? ചേഞ്ച് ഇൻ വോളിയം, ദറ്റ് ഈസ് ഫൈനൽ വോളിയം മൈനസ് ഒറിജിനൽ വോളിയം. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ മൈനസ് ചെയ്യും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഫൈനൽ വോളിയം മൈനസ് ഒറിജിനൽ വോളിയം, എൽ ബി ടി ഇൻറ്റു ഈ ടേം മൈനസ് എൽ ബി ടി. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എൽ ബി ടിയും ഈ എൽ ബി ടിയും പോകും. അങ്ങനെ നമുക്ക് ഡെൽറ്റ എൽ ബൈ എൽ മൈനസ് ഡെൽറ്റ ബി ബൈ ബി മൈനസ് ഡെൽറ്റ ടി ബൈ ടി ഹോൾ ഇൻറ്റു എൽ ബി ടി എന്ന് കിട്ടും. സോ ദിസ് ഇസ് ദ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി. ഡെൽറ്റ വി, ഇനി ഈ ടേമിനെ നമുക്ക് എന്തിൻ്റെ ടേംസിലാക്കാം? നമുക്കറിയാവുന്ന സിമ്പിൾ ടേംസിലോട്ടാക്കാം. എൽ ബി ടി എന്ന് പറയുന്ന ഒറിജിനൽ വോളിയമാണ്, അപ്പോൾ അത് ബി. ഇനി ഡെൽറ്റ എൽ ബൈ എൽ എന്ന് പറയുന്ന എപ്സിലൻ എൽ ആണ്, ഡെൽറ്റ ബി ബൈ ബി എപ്സിലൻ ബി ആണ്, ഡെൽറ്റ ടി ബൈ ടി എപ്സിലൻ ടി ആണ്. അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു എപ്സിലൻ എൽ മൈനസ് എപ്സിലൻ ബി മൈനസ് എപ്സിലൻ ടി. വേർ ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. എപ്സിലൻ ബി എന്ന് പറയുന്ന മ്യൂ ടൈംസ് എപ്സിലൻ എൽ ആണ്, എപ്സിലൻ ടി എന്ന് പറയുന്നത് മ്യൂ ടൈംസ് എപ്സിലൻ എൽ ആണ്, ആസ് പെർ നമ്മുടെ ഇക്വേഷൻ 4. അപ്പം എല്ലാത്തിലും നമുക്ക് എന്താ? എപ്സിലൻ എൽ മൈനസ് മ്യൂ എപ്സിലൻ ബി മൈനസ് മ്യൂ എപ്സിലൻ ടി, മ്യൂ എപ്സിലൻ എൽ മൈനസ് മ്യൂ എപ്സിലൻ എൽ. എപ്സിലൻ എൽ എല്ലാം ഒരുമിച്ചാക്കാം. അപ്പോൾ 1 മൈനസ് മ്യൂ മൈനസ് മ്യൂ. അപ്പം എപ്സിലൻ എൽ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. ഇവിടുത്തെ വി നമുക്ക് താഴെ കൊണ്ടുവന്നാൽ ഡെൽറ്റ വി ബൈ വി ഇസ് എ വോളിമെട്രിക് സ്ട്രെയിൻ ഈക്വൽ ടു
linear strain epsilon L into 1 minus 2. This is the standard equation for volumetric strain in a rectangular body under axial force. Okay. ഇനി ഇതേ കേസ് നമുക്ക് ഒരു സർക്കുലർ ബോഡി ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, സർക്കുലർ ആണെങ്കിൽ ഡയമെൻഷനിലെ ചേഞ്ച് എന്താണ്? ലെങ്ത് എൽ, അപ്പം എപ്സിലൻ എൽ, ലീനിയർ സ്ട്രെയിൻ എപ്സിലൻ എൽ ഡെൽറ്റ എൽ ബൈ എൽ തന്നെയാണ്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുമ്പം ഇവിടുത്തെ ഡയമെൻഷൻ എന്ത് മാത്രമേ ഉള്ളൂ? ഡയമീറ്ററേ ഉള്ളൂ. Therefore, epsilon d is equal to delta d by d. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ നമുക്ക് ലീനിയർ ടേംസിൽ എങ്ങനെ പറയാം? ഈക്വൽ ടു മ്യൂ ഇൻറ്റു എപ്സിലൻ എൽ. ഇനി നമുക്ക് വോളിയത്തിൻ്റെ ടേംസിൽ പറയാം. എന്താണ് ഒരു വോളിയം ഓഫ് സിലിണ്ടർ? വി ഈസ് ഈക്വൽ ഒറിജിനൽ വോളിയം പൈ ബൈ 4 ഡി സ്ക്വയർ ഇൻറ്റു എൽ. പൈ ബൈ 4 ഡി സ്ക്വയർ ഇൻറ്റു എൽ ആണ്. അപ്പോൾ ഫൈനൽ വോളിയം കൊടുക്കാനായിട്ട് നമുക്ക് ഇതിനകത്ത് രണ്ട് ഡയമെൻഷൻസിനും ചേഞ്ച് ഇൻ ഡയമെൻഷനും കൂടെ കൊടുക്കാം. അപ്പോൾ ഡയമെൻഷനിൽ എങ്ങനെയായിരിക്കും ഫൈനൽ ഡയമെൻഷൻസ് വരുന്നത്? ലെങ്ത് വൈസ് ഇപ്പം ഇൻക്രീസ് ചെയ്യാണ്, കാരണം ആക്സിയൽ ലോഡ്സ് ടെൻസൈലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ എൽ പ്ലസ് ഡെൽറ്റ എൽ വരും. അതേസമയം ലാറ്ററൽ ഡയമെൻഷൻ ഡിക്ക് എന്ത് സംഭവിക്കും? മൈനസ് ഡെൽറ്റ ഡി സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഫൈനൽ വോളിയം ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡി മൈനസ് ഡെൽറ്റ ഡി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എൽ പ്ലസ് ഡെൽറ്റ എൽ ബൈ 4 വരും. ഈ ടേം എക്സ്പാൻഡ് ചെയ്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ടേംസ് എല്ലാം നമ്മൾ കളയുമ്പോഴത്തേക്കും കിട്ടുന്നത് പൈ ഡി സ്ക്വയർ എൽ ബൈ 4 ഇൻറ്റു ഈ ഒരു ടേം നമുക്ക് നേരത്തെ എൽ ബി ടി കോമൺ എടുത്ത പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഒറിജിനൽ വോളിയം നമ്മൾ കോമൺ എടുത്ത് ആ ഒരു ടേമിലോട്ട് നമ്മൾ കൊണ്ടുവന്നാൽ ബാക്കി വരുന്നത് 1 മൈനസ് 2 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി പ്ലസ് ഡെൽറ്റ എൽ ബൈ എൽ വരും. ദിസ് ഇസ് ദ ഫൈനൽ വോളിയം. വീണ്ടും ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഫൈനൽ വോളിയം, ഈ ടേം മൈനസ് ഒറിജിനൽ വോളിയം. അപ്പോൾ ഇവിടെയും പൈ ഡി സ്ക്വയർ എൽ ബൈ 4 എന്ന് പറയുന്ന ടേം രണ്ടിടത്ത് കോമൺ ആയിട്ട് വരും. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് പോകും. ഫൈനലി നമുക്ക് എന്ത് കിട്ടും? പൈ ഡി സ്ക്വയർ എൽ ബൈ 4 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ മൈനസ് 2 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡി വരും. ഡെൽറ്റ ഡി ബൈ ഡി എന്താ? മ്യൂ ടൈംസ് ഡെൽറ്റ എൽ ബൈ എൽ, അല്ലെങ്കിൽ ഇത് എപ്സിലൻ എൽ, ഇത് മ്യൂ എപ്സിലൻ എൽ. ഓക്കെ, അപ്പം അതാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ എപ്സിലൻ എൽ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഈ ടേം ഒറിജിനൽ വോളിയം ആണ്. നേരത്തെ പോലെ സെയിം അതേ കേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇക്വേഷൻസിൽ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു എപ്സിലൻ എൽ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ. സെയിം ഇക്വേഷൻ ആസ് ഇൻ ഫോർ റെക്ടാങ്കുലർ ബോഡി. ഇനി ഇതിലും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള മറ്റൊരു കേസാണ് സ്ഫിയറിൻ്റെ കേസ്. സ്ഫിയറിൻ്റെ കേസ് ഇത്രയും പോലും സ്റ്റെപ്സ് ഇല്ല. സ്ഫിയറിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ആലോചിച്ച് നോക്കിയാൽ രണ്ട് ഡയമെൻഷനില്ല, ഒറ്റ ഡയമെൻഷനേ ഉള്ളൂ. ദറ്റ് ഇസ് എ റേഡിയസ് അല്ലെങ്കിൽ ഡയമീറ്റർ. നമ്മൾ സിംപ്ലിഫൈഡ് ആയിട്ട് റേഡിയസ് പറയുമ്പോഴത്തേക്കും ആ ഒറ്റ ഡയമെൻഷനേ ത്രൂ ഔട്ട് ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വോളിയം സ്ഫിയർ വി ഈസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ആണ്. ഒരു ഡയമെൻഷനേ ഉള്ളൂ എന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒറിജിനൽ വോളിയത്തിൻ്റെ ചേഞ്ച് ഇൻ വോളിയം എടുക്കാൻ ഈ വിൻ്റെ ടേമിനെ വിത്ത് റെസ്പെക്ട് ടു ആർ ഡെറിവേറ്റീവ് എടുക്കാം. അപ്പം ഡെൽറ്റ വി ബൈ ഡെൽറ്റ ആർ ആകും. അപ്പം നമ്മൾ അതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ടേം വിത്ത് റെസ്പെക്ട് ടു ആർ 4/3 പൈ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആർ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3r² ആണ്. അപ്പോൾ ആ 3യും 3യും ക്യാൻസലായി നമ്മൾ ഇക്വേഷൻ 4πr² ആണ്. താഴത്തെ ഡെൽറ്റ ആർ ഇപ്പുറത്ത് വരും. Therefore ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 4πr² ഇൻറ്റു ഡെൽറ്റ ആർ. നമുക്ക് വേണ്ടത് വോളിയോമെട്രിക് സ്ട്രെയിൻ ഓഫ് സ്ഫിയർ ആണ്. വോളിയോമെട്രിക് സ്ട്രെയിൻ ഇസ് ഡെൽറ്റ വി ബൈ വി. ഈ രണ്ട് ഇക്വേഷനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു 4πr³ ഇവിടുത്തെ 4πr² ക്യാൻസൽ ചെയ്ത് അവസാനം 3 ടൈംസ് ഡെൽറ്റ ആർ ബൈ ആർ വരും. Therefore volumetric strain is equal to thrice the linear strain. നമുക്കിവിടെ പറയാം ഡെൽറ്റ ആർ ബൈ ആർ എന്ന് പറയാം. ഇതാണ് സ്ഫിയറിൻ്റെ കേസിൽ ആകെ ഡെറിവേഷനിൽ വരുന്ന ഒരു ചേഞ്ച്. ഓക്കെ, ഇനിയുള്ളത് അപ്പോൾ ഇത്രയും നമ്മൾ ലീനിയറിൻ്റെ കേസാണ് പറഞ്ഞത് അല്ലേ? അതായത് ലീനിയർലി ആക്സിയൽ ഫോഴ്സ് ഒറ്റ ഒരു ആക്സിയൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഈ പറഞ്ഞത് മൊത്തം. ഇനി നമ്മൾ 3 ഡയറക്ഷനിലും ഫോഴ്സസ് ആക്ട് ചെയ്യാണ്. 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ
ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ ഉള്ള ചേഞ്ച് നമുക്ക് റിസൾട്ടൻ്റ് ആയിട്ട് എത്ര വോളിമെട്രിക് സ്ട്രെയിൻ വരും എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് തിയറട്ടിക്കലി മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫോഴ്സിൻ്റെ കേസിലായിരുന്നു നമ്മൾ ഒരു ലീനിയറിനെയും ലാറ്ററലിനെയും നമ്മൾ റിലേറ്റ് ചെയ്ത് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോഴും ഒരു ഫോഴ്സിനെ കൺസിഡർ ചെയ്താണ് ആദ്യം ഡിറൈവ് ചെയ്യുന്നത്. എന്നിട്ട് സിമിലർലി ഫോർ അതർ ആക്സസ് ഓൾസോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അത് പറയാം. സിമിലാരിറ്റി വെച്ച് നമ്മൾ ഇക്വേഷനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ഡയറക്ഷനിൽ നമുക്കൊരു ലീനിയർ ഫോഴ്സ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ വൈയിലും ഇസഡിലും അതേ ഡയറക്ഷൻ നമുക്ക് ഡ്യൂ ടു എക്സ്, ഇപ്പോൾ എക്സ് ഒരു ഫോഴ്സാണ്, വൈ ഒരു ഫോഴ്സാണ്, ഇസഡ് ഒരു ഫോഴ്സാണ്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് കാരണം മാത്രം ഈ ഫുൾ ബോഡിയിൽ ഒരു ലീനിയർ സ്ട്രെയിൻ ഇൻ എക്സും ഉണ്ട്, ലീനിയർ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ ഡ്യൂ ടു എക്സും ഉണ്ട്, lateral strain in x direction, lateral strain in y and z directions ഉണ്ട്. എക്സ് എന്ന് പറയുന്ന ഫോഴ്സ് അതുപോലെ, അതായത് അപ്പം എക്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കാരണം മൂന്ന് സ്ട്രെയിനിങ് ഉണ്ട്, രണ്ട് ലാറ്ററലും ഒരു ലീനിയറും. ഇതുപോലെ വൈ കാരണം വൈ ഡയറക്ഷനിൽ ഒരു ലീനിയർ ഉണ്ട്, ബാക്കി രണ്ട് ഡയറക്ഷൻസിൽ രണ്ട് ലാറ്ററൽ ഉണ്ട്. ഇസഡ് ഫോഴ്സ് കാരണം ഇസഡിൻ്റെ ഡയറക്ഷനിൽ ഒരു ലീനിയർ ഉണ്ട്, മറ്റ് രണ്ട് ഡയറക്ഷൻസിൽ രണ്ട് ലാറ്ററൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും എക്സ് ഡയറക്ഷനിൽ നമ്മളിപ്പം ഒരേ ഡയറക്ഷനിൽ എടുക്കുമ്പോഴത്തേക്കും എക്സ് ഡയറക്ഷനിലുള്ള ലീനിയറും വൈ കാരണം ഉണ്ടാകുന്ന ലാറ്ററൽ ഡിഫോർമേഷനും ഇസഡ് കാരണം ഉണ്ടാകുന്ന ലാറ്ററൽ ഡിഫോർമേഷനും ആയിരിക്കും നമുക്ക് ഒരുമിച്ച് കമ്പൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇനി ഇക്വേഷൻസ് നോക്കാം. നമ്മൾ ഈ എക്സും വൈയും ഇസഡും ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സസ് സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ ഇസഡ് ആണ്. Therefore, corresponding strains എന്തായിരിക്കും? എപ്സിലൺ എക്സ്, എപ്സിലൺ വൈ, എപ്സിലൺ ഇസഡ്, which is equal to ഇതിൻ്റെ corresponding സിഗ്മ ബൈ ഇ അല്ലേ, സിഗ്മ എക്സ് ബൈ ഇ, സിഗ്മ വൈ ബൈ ഇ, സിഗ്മ ഇസഡ് ബൈ ഇ. ഇത് ഇൻഡിവിജ്വൽ ആ പർട്ടിക്കുലർ സ്ട്രെസ് കാരണം മാത്രം അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിൻ ആണ്. ഓക്കെ, സ്ട്രെയിൻ ഇൻ ഈച്ച് ഡയറക്ഷൻ ഡ്യൂ ടു ദിയർ കറസ്പോണ്ടിങ് സ്ട്രെസ്സസ് അലോൺ. അതായത് എപ്സിലൺ എക്സ് എന്ന് പറയുമ്പോൾ അവിടെ എക്സ് കാരണം മാത്രമുള്ള എക്സ്ട്രസ് സിഗ്മ എക്സ് കാരണം മാത്രമാണ് എപ്സിലൺ എക്സ് ഉണ്ടാകുന്നത്. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ ഒരു റിസൾട്ടൻറ്റ് സ്ട്രെയിനും ഉണ്ടാകും, ഒരു ഇൻഡിവിജ്വൽ സ്ട്രെയിനും ഉണ്ടാകും. നമ്മളിപ്പോൾ ഈ എപ്സിലൺ എക്സ് പറയുന്ന ഇൻഡിവിജ്വൽ സ്ട്രെയിൻ ആണ്, സിഗ്മ എക്സ് കാരണം മാത്രമുള്ളതാണ്. പക്ഷേ എക്സ് ആ ഫുൾ ബോഡി നമ്മൾ എടുക്കുമ്പോൾ എക്സും ഉണ്ട്, വൈയും ഉണ്ട്, ഇസഡും ഉണ്ട് ഫോഴ്സസ്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ഈ വൈൻ്റെയും ഇസഡിൻ്റെയും കാരണമുള്ള സ്ട്രെയിൻ ഇഫക്റ്റും ഉണ്ടാകും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇനി റിസൾട്ടൻ്റ് സ്ട്രെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് പറയാൻ പോകുന്നത്. ഇതിപ്പോൾ ഇൻഡിവിജ്വൽ സ്ട്രെയിൻസ് ഇക്വേഷൻസ് മാത്രമാണ്, പക്ഷേ ഇത് ഫൈനൽ അല്ല, റിസൾട്ടൻ്റ് വേറെയാണ്. റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ വൈൻ്റെയും ഇസഡിൻ്റെയും കൂടെ ഇഫക്റ്റ് അവിടെ വരും. സിഗ്മ എക്സ് മാത്രമല്ല, സിഗ്മ വൈൻ്റെയും സിഗ്മ ഇസഡിൻ്റെയും ഇഫക്റ്റ് വരും. ഓക്കെ, അതെങ്ങനെ വരും എന്ന് നമ്മൾ നോക്കാം. The resultant strain in each direction due to all stresses may be found by applying the principle of superposition. ഓക്കെ, നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലീനിയർ സ്ട്രെയിൻ ഇൻ എക്സ്, അതായത് എക്സ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന ലീനിയർ സ്ട്രെയിൻ, അവിടുത്തെ ചേഞ്ച് ഇൻ ലെങ്ത്, അതാണ് ഇനിഷ്യലി നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള സ്ട്രെയിനിങ്. ഇനി ബാക്കിയുള്ള സെക്കൻഡറി സ്ട്രെയിനിങ് എന്ന് പറയുന്നത് വൈയിലും ഇസഡിലും ഉണ്ടാകുന്ന ഫോഴ്സസ്, അതായത് വൈ ഫോഴ്സും ഇസഡ് ഫോഴ്സും കാരണം ഉണ്ടാകുന്ന അവിടുത്തെ ലാറ്ററൽ സ്ട്രെയിൻ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വൈ ഡയറക്ഷനിലെ ലീനിയർ എന്ന് പറയുന്നത് വൈ ഡയറക്ഷൻ അലോങ് ആയിട്ടുള്ള സ്ട്രെയിൻ ആണ്. എന്നാൽ വൈൻ്റെ ലാറ്ററൽ എന്ന് പറയുന്നത്, വൈൻ്റെ ഒരു ലാറ്ററൽ എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലുള്ളതാണ്. അതുപോലെ ഇസഡിൻ്റെ ഒരു ലാറ്ററൽ സ്ട്രെയിൻ എക്സ് ഡയറക്ഷനിലുണ്ട് ഇല്ലേ. അപ്പം ഇത് രണ്ടും എക്സിൽ ഒരു ഇഫക്റ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ therefore റിസൾട്ടന്റ് സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ലീനിയർ സ്ട്രെയിൻ ഇൻ എക്സ്, ഇത് ഡ്യൂ ടു എക്സ് ആണ്, എക്സ് ഫോഴ്സ്. ഇനി ലാറ്ററൽ സ്ട്രെയിൻ ഇൻ വൈ, ഇത് ഡ്യൂ ടു വൈ. ലാറ്ററൽ സ്ട്രെയിൻ ഇൻ ഇസഡ്, അത് ഡ്യൂ ടു ഇസഡ്. ഓക്കെ, ഈ രണ്ടെണ്ണത്തിന് ഈ ഡ്യൂ ടു വൈ ആൻഡ് ഡ്യൂ ടു ഇസഡ് എന്ന് പറയുന്ന രണ്ടും എക്സ് ഡയറക്ഷനിൽ തന്നെ ആക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ
വേണമെങ്കിൽ നിങ്ങൾ ഒരു ബോഡി വരച്ച് ഓരോന്നിൻ്റെയും ലീനിയർ ആൻഡ് ലാറ്ററൽസ്, ഞാൻ പറഞ്ഞു ഓരോ ഫോഴ്സ് കാരണം ഒരു ലീനിയർ ആൻഡ് 2 ലാറ്ററൽ സ്ട്രെയിൻസ് ഉണ്ടാകുന്നുണ്ട്. ഡയറക്ഷൻസ് വരച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ് ഡയറക്ഷനിൽ എക്സ് കാരണമുള്ള ലീനിയറും വൈ ഫോഴ്സ് കാരണം ഒരു ലാറ്ററലും ഇസഡ് ഫോഴ്സ് കാരണം ഒരു ലാറ്ററലും വരും. ഓക്കെ, ഈ ഒരു കോമ്പിനേഷൻ വരുമ്പോഴേ നമുക്ക് റിസൾട്ടന്റ് സ്ട്രെയിൻ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇവിടെ മൈനസ് വരാൻ കാര്യം എന്താണ്? ലാറ്ററൽ എന്ന് പറയുന്നത് ലീനിയറിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പോൾ ലീനിയർ ടെൻസൈൽ ആണെങ്കിൽ ലാറ്ററൽ എപ്പോഴും കംപ്രസീവ് ആണ്. അതുകൊണ്ടാണ് ലാറ്ററൽസിന് നമുക്ക് മൈനസ് കൊടുത്തത്. ഓക്കെ, therefore നമുക്ക് റിസൾട്ടന്റ് സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്സിലൺ ഡാഷ് എക്സ് എന്ന് നമുക്ക് കാണിക്കാം. എപ്സിലൺ ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഇൻ എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിൽ എന്തൊക്കെയുണ്ട്? എക്സ് കാരണമുള്ള ലീനിയർ സ്ട്രെയിനും ഉണ്ട്, വൈയും ഇസഡും കാരണമുള്ള ലാറ്ററൽ സ്ട്രെയിൻസും ഉണ്ട്. ഓക്കെ, നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? ലാറ്ററൽ സ്ട്രെയിൻ വൈ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ലീനിയർ ഇൻറ്റു മ്യൂ. അപ്പം സിഗ്മ വൈ ബൈ ഇ എന്ന് പറയുന്നത് ലീനിയർ ആണ് ഇൻ വൈ. അത് ഇൻറ്റു മ്യൂ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അവിടുത്തെ ലാറ്ററലായി, വൈ കാരണമുള്ള ലാറ്ററൽ സ്ട്രെയിൻ. അതുപോലെ സിഗ്മ ഇസഡ് ബൈ ഇ അവിടുത്തെ ലീനിയർ ഇൻ ഇസഡ് ആണ്, അത് ഇൻറ്റു മ്യൂ ചെയ്യുമ്പോൾ അവിടുത്തെ ലാറ്ററൽ ആണ്. ഓക്കെ, അപ്പം മൈനസ് രണ്ടിന് മൈനസ് വരും ഡ്യൂ ടു അത് രണ്ടും കംപ്രസീവ് സ്ട്രെയിൻസ് ആണ്, രണ്ട് ലാറ്ററൽ കംപ്രസീവ് ആണ്. therefore ഇക്വേഷൻ എങ്ങനെ വരും? ലീനിയർ ഇൻ എക്സ് സിഗ്മ എക്സ് ബൈ മൈനസ് മ്യൂ ഇൻറ്റു ഹോൾ സിഗ്മ വൈ ബൈ ഇ പ്ലസ് സിഗ്മ ഇസഡ് ബൈ ഇ. ഇത് തന്നെ തിരിച്ച് അടുത്ത വൈ വരുമ്പം ലീനിയർ ഇൻ വൈ സിഗ്മ വൈ ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു ബാക്കി രണ്ടിൻ്റെ. ഇസഡ് വരുമ്പോൾ സിഗ്മ ഇസഡ് ബൈ ഇ മൈനസ് മ്യൂ ഇൻറ്റു ബാക്കിയുള്ളത്. നമുക്ക് ഇപ്പോഴും വേണ്ട എന്താ? വോളിമെട്രിക് സ്ട്രെയിനിൻ്റെ ഇക്വേഷനാണ്. Resultant strains in each direction കിട്ടിയാൽ volumetric strain is the sum of the resultant strains in all directions. That is epsilon dash x plus epsilon dash y plus epsilon dash z. ഇതാണ് volumetric strain. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ലാറ്ററൽ സ്ട്രെയിൻ നോക്കി, പോയ്സോൺസ് റേഷ്യോ നോക്കി. ഇത് രണ്ടും യൂസ് ചെയ്ത് നമ്മൾ വോളിമെട്രിക് സ്ട്രെയിൻ ഓരോ കേസിനും എന്താണ്, ഇങ്ങനെയാണ്. അതായത് ഇനിഷ്യലി ആക്സിയൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന 3 ബോഡി, ഒന്ന് റെക്ടാങ്കുലർ, ഒരു ക്യൂബോയിഡ്, ആക്സിയൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു ക്യൂബോയിഡ്, ആക്സിയൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഒരു സിലിണ്ടർ, ഇന്റേണൽ പ്രഷർ ആക്സിയൽ ഇത് വരുമ്പോഴത്തേക്ക് ആക്സിയൽ ഫോഴ്സ് വരുമ്പോഴത്തേക്കും ഉള്ള ഒരു സ്ഫിയറിന്റെ വോളിമെട്രിക് ചേഞ്ച്, പിന്നെ നമ്മുടെ വോളിമെട്രിക് സ്ട്രെയിൻ ഇൻ ബോഡി സബ്ജക്റ്റഡ് ടു ഫോഴ്സസ് ഇൻ ഓൾ 3 ഡയറക്ഷൻസ്. ഇത്രയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കിയത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. So thank you so much. Do subscribe my channel and keep updated with my latest videos. Thank you.